ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ കാത്തിരുന്ന നമ്മളെ വെഡ്ഡിങ് വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ കുറച്ച് ലേറ്റായി, ഓരോ ഇതിലായി പോയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ഡേ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും 10 മണിയാകുമ്പോഴേക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണം, കാരണം നിക്കാഹ് 11 മണിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോരങ്ങാട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫങ്ഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. രാവിലെ തന്നെ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 5 മണിക്കെങ്ങാനും എണീറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉറക്കപ്പിച്ചൊക്കെ ഞങ്ങളുടെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ ഉമ്മയും സിസ്റ്ററും ആണ്. അപ്പോൾ നിക്കാഹ് നടക്കാൻ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓൻ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ കേട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും പിന്നെ നിക്കാഹ് സമയമായി ആരെയും കാണുന്നില്ല എന്നൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഓല് പിന്നെ ഉള്ളിലേക്ക് കയറി. ബ്രൈഡ് കാറിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ, പുറത്തിറങ്ങിയില്ല. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലും ഇതൊക്കെ ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഒരു മാച്ച് ചെയ്യാത്ത പോലെ തോന്നി. ഫസ്റ്റ് ഞാനിങ്ങനെ ഹിജാബ് പോലെ കേട്ടോ നമ്മളെ ഹെയർ കവർ ചെയ്തിട്ടേന് വെച്ചത്. അപ്പോൾ എനിക്കത് എന്തോ ഒരു ഇടുങ്ങാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫ്രണ്ടിലത്തെ ആ ഒരു പിന്നെ പേളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷോളിന് നന്നായിട്ട് തന്നെ. അത് നിന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെയിറ്റ് കൂടുമ്പോൾ വരിക. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അവിടെ എത്തിയപ്പോൾ പിന്നെ ഹെയറൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കി. എനിക്കിൻ്റെ ആ ഇത് തന്നെ കിട്ടണ ഹെയർ സ്റ്റൈൽ അതിൽ ഞാനൊരു കംഫർട്ടാവും. അങ്ങനെ ചുട്ടിയൊക്കെ പിന്നെ ഞാൻ മാറ്റി വെച്ചതാണ്. അങ്ങനെ ഇതാ നമ്മളെ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ നിക്കാഹിന് പിന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയും അതേപോലെ കുറച്ച് പള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാരും, പള്ളി ബേസായിട്ടുള്ള പള്ളി സെക്രട്ടറി അങ്ങനെ ഉണ്ടാവില്ലേ, അപ്പം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആമിൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാർ നിക്കാഹിന് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിക്കാഹൊക്കെ നല്ല രീതിക്കൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് പിന്നെ ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെ ഒക്കെ എൻട്രി ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം നമ്മൾ 2 ഫാമിലിയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൽ എത്തിയതാണ്. അതായത് ആമിൻ്റെ വീട്ടുകാരും നമ്മളും ഒരുമിച്ചാണ് ഓഡിറ്റോറിയത്തിൽ. അപ്പം ഓളെ വീട്ടിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് പുതുക്കം പോകാമെന്ന് പറയും നമ്മളെ നാട്ടിൽ. അതില്ലായിരുന്നു കേട്ടോ. ഇവർ ഓഡിറ്റോറിയത്തിൽ നമ്മളെ വീട്ടിലേക്ക് വന്നതാണ്, നമ്മളെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പം 2 കൂട്ടരോടും ഒരുമിച്ചായിരുന്നു ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ സെക്ഷനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ സെറ്റാക്കുന്നേ ഉള്ളൂ കേട്ടോ അവർ. അപ്പം നിക്കാഹ് ഏകദേശം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാവരും വരലൊക്കെ തുടങ്ങി. നിക്കാഹ് ഓൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടോ. ഫുഡ് പരിപാടിയൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്യൽ തുടങ്ങി. പിന്നെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചു, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കഴിഞ്ഞാൽ വിശപ്പ് വരൽ തുടങ്ങും. നേരത്തെ കഴിച്ചാൽ പിന്നെ നടക്കൂലെന്ന് തോന്നിയിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചില്ല. അപ്പോൾ ഗ്രൂമിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ. അങ്ങനെ ഇതാ നമ്മളെ അനിയൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് വെക്കണമെന്നുണ്ട്, പക്ഷേ ഈ പാട്ടൊക്കെ ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാൽ എനിക്ക് പണി കിട്ടുമോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ആഡ് ചെയ്യാതൊക്കെയാണ്. അങ്ങനെ ഇതാ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഓന് വന്ന്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഗ്രൂം വന്നിട്ടില്ല കേട്ടോ, അവന് കയറിയിട്ട് വേണം ഓള് വരാൻ. അങ്ങനെ ഓൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അതിന് കേട്ടോ എൻട്രിയിൽ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഓനെ പൊക്കലും ഡാൻസും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായി കാണാൻ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം മഴയാണല്ലോ, ഇതുവരെക്കും മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി നല്ല അടിപൊളി മഴയായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് പുലർച്ചയ്ക്കും നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ മഴ പെയ്തില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊരു മഴ പെയ്തു പോയി. അങ്ങനെ ഗ്രൂം സ്റ്റേജിലൊക്കെ കയറി. പിന്നെ നമ്മളെ ബ്രൈഡിൻ്റെ എൻട്രി ആണ് കേട്ടോ. ബ്രൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രൈഡിൻ്റെ റിലേറ്റീവ്സൊക്കെ ആണ് ബാക്കിലുള്ളത്. പിന്നെ ഉളമ്മയും ഉപ്പനെയൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മഹറൊക്കെ കെട്ടാനുണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇതിൽ നിന്ന് മിസ്സിങ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരുടെ കയ്യിൽ ഫോൺ കൊടുക്കാനുള്ള ഗ്യാപ്പും കിട്ടിയില്ല. പിന്നെ എന്ന് വെച്ചിട്ട് എടുക്കുന്നവരാണെങ്കിലും ഞാൻ എടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കണം. പിന്നെ എനിക്ക് ആളെ കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് എടുത്ത്. അപ്പോൾ അവിടെ ഒക്കെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ആണ് കിട്ടിയത്. കുറേ മിസ്സിങ് ആണ് കേട്ടോ. നല്ല നല്ല മൊമെൻറ്റ് കുറേ ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല.
പിന്നെ അപ്പുറം സൈഡിൽ നിൽക്കണതാണ് കേട്ടോ ഉപ്പ, ഇപ്പുറത്തുള്ളത് ഓളോ മൂത്താപ്പാണ്. പിന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഇട്ട ചുരിദാർ ഇട്ടതാണ് ഉമ്മ. പിന്നെ അപ്പുറത്ത് ബ്ലാക്ക് ഇട്ടില്ലേ, ഈ ബ്ലാക്ക് ഇട്ടതോളം മൂത്തമ്മയാണ് കേട്ടോ, അത് ഉപ്പൻ്റെ ഏട്ടൻ്റെ വൈഫാണേ. അപ്പോൾ എല്ലാവരും കൂടി അതിനും എൻട്രി ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അതാ അവരെ കയറ്റാൻ നിൽക്കുകയാണ്. പിന്നെ ഫോട്ടോഗ്രാഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ സെറ്റാക്കി വീഡിയോ ആവണമല്ലോ, അപ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഇത് കഴിഞ്ഞ് ആക്കിയിട്ടേ പോയിട്ട് കാര്യമുള്ളൂ, കാണാൻ പിന്നെ കിട്ടില്ലല്ലോ. അങ്ങനെ ഇതാ എൻട്രി ആയി, അവർ വന്നു, കയറി സ്റ്റേജിലേക്ക് കയറി ഇരുന്നിട്ടു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാനും മിനിയും ഉണ്ടായിന്. ഉമ്മയും ഉമ്മൻ്റെ കയ്യിൽ ദുവനെ കൊടുത്തിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഞാനും ജാബിയൊക്കെ ഫുഡ് കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക, മഹറൊക്കെ കൊടുത്തിട്ടു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. അതൊന്നും ഓർമ്മയിൽ വന്നില്ലേ. പിന്നെ എൻ്റെ പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിലൊന്നാണ് ഇത് ഞാൻ ജാബി വെച്ചുള്ള ഡാൻസ്. പക്ഷേ എനിക്ക് സ്റ്റേജ് വരപ്പോൾ ചെറുതായിട്ടത് പാളിപ്പോയി. ഞങ്ങൾ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ അധികമൊന്നും നടത്തിയില്ല കേട്ടോ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് നടത്തിയത്. ഡാൻസ് മാത്രമല്ലായിരുന്നു, പിന്നെ ഒപ്പനയൊക്കെ ഉണ്ടായിന്. അപ്പോൾ എല്ലാത്തിൻ്റെയും റിഹേഴ്സൽ നടക്കാമെന്നാൽ പോസിബിൾ അല്ല. കാരണം നമ്മൾ വീട്ടിൽ തന്നെ കല്യാണം ആകുമ്പോൾ നമ്മൾ ഓരോ തിരക്ക് ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഡ്രസ്സ് എടുക്കലും അതേപോലെ എന്താ പറയുക, വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ. അതുകൊണ്ട് അതിൻ്റെ പുറകായതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ആകെ ഒരു 2 വട്ടം കളിച്ചു നോക്കുക, ഒന്നിച്ച് നിന്നും കണ്ടിട്ടോ. പക്ഷേ സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷെ ഒരുമിച്ച് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകുന്നുണ്ട്. ഏതായാലും നല്ല രസമായിന് അത്. പിന്നെ അടുത്തത് മിനൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. മിനൻ്റെ ചെറുതായിട്ടൊരു അറബിക് ഡാൻസ് ആയിന്. പിന്നെ ആകെ ടയേർഡ് ആയിക്കുന്നു കേട്ടോ ആള്, കാരണം ഫുഡ് കഴിക്കാൻ എനിക്ക് ഓളെയും കൂടെ ശ്രദ്ധിക്കാനും നേരം കിട്ടിയില്ല. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലമ്പാക്കി വെച്ചിക്കണ്. നോക്കുമ്പോൾ ഞാൻ രാവിലെ ഒരുങ്ങി വന്ന പോലെ ഒന്നല്ല പിന്നെ കാണുന്നത്. ഏതായാലും പിന്നെ ഓളെ കളിപ്പിച്ച്. പിന്നെ മുത്തിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിന്, അതൊന്നും കളിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ, കാരണം ടൈം ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് പോയി. കാരണം ഫോട്ടോ എടുക്കലും എല്ലാം ഒരുമിച്ചായതുകൊണ്ട് തന്നെ അങ്ങനെ കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരാൾ തന്നെ അല്ലല്ലോ, പല പല ആൾക്കാരും പിന്നെ പെർഫോം ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഓലിയും നോക്കണം. അപ്പോൾ നമ്മൾ തന്നെ മാത്രമല്ല നടത്തുന്നത്, അപ്പോൾ എല്ലാവരും കൂടെ ആയതുകൊണ്ട് ഓലിയും നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. നമുക്കിവിടെ 3 മണിക്ക് 3:30 ആകുമ്പം ഇവിടെ നിന്ന് ഇറങ്ങണം, വീട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ ആ ഒരു ടൈമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് ഈ ഒരു പെർഫോമൻസിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ആൾക്കാർ പാട്ട് പാടലും ഡാൻസും കാര്യങ്ങളും എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തിട്ടാണ് എന്താ പറയുക വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ മെയിനായിട്ട് തന്നെ എൻ്റെ ഡാൻസ് ഒപ്പന തന്നെ എനിക്ക് കൂടുതലുണ്ടായിന്, അതെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയൻ്റെതാണല്ലോ, നമ്മളല്ലാതെ പിന്നെ ആരില്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ഫുള്ള് കയ്യേറി. ഇതൊക്കെ എന്ന് വെച്ചാൽ പാട്ട് വെച്ചിട്ട് കളിക്കുമ്പോൾ കേൾക്കാനും കാണാനൊക്കെ ഒരു രസം ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ വോയിസ് കൊടുത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു പാട്ടൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ആകെ ഒരു 2-3 സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പാട്ട് കേൾക്കണതനുസരിച്ച് ഓരോന്നിങ്ങനെ ഡാൻസ് ചെയ്തുകൂടാണ്. പിന്നെ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ കട്ടിങ്സ് വീഡിയോസൊക്കെ ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിൽ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. നമ്മളെ കാണാനിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ഓരോ ഇത് വെച്ചാൽ കേട്ടോ. കാരണം വെഡ്ഡിങ് എന്ന് വെച്ചാൽ ഭയങ്കര ബോറിങ്ങാണ്. ഓല് അവിടുന്ന് ഫോട്ടോയും കാര്യമൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര ബോറിങ്ങല്ലേ, ബോറടിക്കും നമുക്ക്. അതിന് എന്താ പറയുക, സ്റ്റേജിൽ എന്തെങ്കിലും ഇപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ എത്ര സമയം വേണേൽ അവിടെ ഇരിക്കും, നമുക്കങ്ങനെ ബോറടിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ വെച്ചത് കേട്ടോ. തലേന്നും ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ. പിന്നെ ഫൈനലി നമ്മളെ ഒപ്പന ലാസ്റ്റായിട്ട് നമ്മൾ ഒപ്പന കളിച്ചിട്ടോ. നല്ല രസമുണ്ടായിന്, എല്ലാവരും നല്ല കമൻറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായി കണ്ടിരിക്കാനെന്ന് പറഞ്ഞ് എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് കളിച്ചു, നല്ല സന്തോഷമായി. ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ചെറിയൊരു കട്ടിങ് ഞാൻ ഇതിൽ കൊടുത്തില്ല, അതിനെ സോങ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. സോങ് ആഡ് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോങ് ആഡ് ചെയ്യാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതാണ് കേട്ടോ.
പിന്നെ നമ്മളെ ഗ്രൂമിൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഹിന്ദി സോങ് ഇനി, അതുകൊണ്ട് തന്നെ എനിക്ക് അതും മ്യൂട്ടാക്കാനേ പറ്റുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓന് ഹിന്ദി സോങ് പാടാൻ നല്ല നല്ല രസമാണ് കേട്ടോ. എനിക്ക് മാപ്പിളപ്പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം, എനിക്കതേ വഴങ്ങുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ എന്താ പറയുക, ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ളൊരു സമയമായിട്ടുണ്ട്. പിന്നെ ദുവൻ്റെയും വിഷൂട്ടിൻ്റെയും ഡ്രസ്സും മിനൻ്റെ ഒന്നും കാണിക്കാം. പിന്നെ മുത്തിനൊന്നും ഞാൻ കാണുന്ന തന്നെയല്ലേ, എവിടേക്കോ പോയി കളിക്കാൻ റെന്നും മുത്തും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഓല് കളിയിലാണ്, ഓൽക്ക് കല്യാണമൊന്നും അല്ല, ഓല് കളിയിലാണ്. പിന്നെ കളിക്കട്ടെ ചേച്ചി, അങ്ങനെ ഏതായാലും ഓലൊക്കെ കൂടി കയറ്റി പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. മുത്തിനൊന്നും വീഡിയോയിൽ കാണാനായിട്ട് ഞാൻ തിരിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാണ്, ഓന് കാണുന്നില്ലല്ലോ. നല്ല കളിയിലേനി ആൾ. പിന്നെ ഓരോരുത്തരുടെ കയ്യിലാണ് ആ ഫോൺ കൊടുത്ത് വീഡിയോ എടുപ്പിക്കുന്നത്. അങ്ങനെ അതാ ബ്രൈഡ് നമ്മളെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറക്കുകയാണ് കേട്ടോ. ഞാനും ഉമ്മൻ്റെ ഏട്ടത്തിയും പിന്നെ ഉമ്മൻ്റെ ആങ്ങളുടെ വൈഫുമാണ്. അങ്ങനെ ഇറക്കി ഇനി ഉള്ളിലേക്ക് കയറ്റാൻ പോവാണ്. അപ്പോൾ ഓളെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ വരും. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരൊക്കെ ചെയറിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ സ്റ്റേജിന്മേലേക്ക് കയറ്റി ഇരുത്തിയിട്ടോ. ഇനിയിപ്പോൾ അവരെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നത്, 6 ആൾക്കാരോളം വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടതിന് ഒരു സാൻഡ്വിച്ച് അങ്ങനെ കേട്ടോ. സാൻഡ്വിച്ചാണോ ഇനി ബർഗറാണോ എന്തോന്നാണ് ഏതായാലും കൊടുത്തത്, എനിക്ക് നല്ലോണം ഓർമ്മ കിട്ടുന്നില്ല. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ തിരക്കിൽ എനിക്ക് വീഡിയോ എടുത്തിരിക്കാനും ഫോൺ കൊടുക്കാനും ഒന്നും ഓർമ്മയിൽ വന്നിട്ടില്ല കേട്ടോ. കുറേ കാര്യങ്ങൾ ഇതിൽ മിസ്സിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ പിന്നെയും വന്ന് കാണാമല്ലോ. അതുകൊണ്ട് കുറേ കാലം കഴിയുമ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ല. അന്നത്തെ കല്യാണം ഇങ്ങനെ എന്നൊക്കെ പറയാമല്ലോ. ഇനി അങ്ങോട്ട് ജനറേഷൻ മാറുന്നതനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരുമല്ലോ. അങ്ങനെ അവരെ വീട്ടുകാരൊക്കെ വന്ന് അവരൊക്കെ ചെയറിൽ ഇരുത്തിച്ച് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടോ. ഇനി അങ്ങോട്ട് വീഡിയോ ഒന്നുമില്ല. നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വെഡിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.